കുടുംബശ്രീ ശാരദയ്ക്ക് മുന്നിലേക്ക് വരാം. കുടുംബശ്രീ ശാരദ, കുടുംബശ്രീ ശാരദയുടെ ടീം മുമ്പോട്ട് വരണം പ്ലീസ്. എവിടെ പോയി കിടക്കാശാന അവര്? എനിക്കറിയില്ല. കുടുംബശ്രീ ശാരദയുടെ ടീമിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ കോമ്പറ്റീഷൻ തുടങ്ങാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. കുടുംബശ്രീ ശാരദയുടെ ടീം മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എവിടെയാ അവള്? കണ്ടില്ലല്ലോ. വരാൻ പോകുന്നില്ല ചേച്ചി, ഉറപ്പ്. അവര് വരുന്ന വഴിയിലേ ഞാനൊരു ആപ്പ് വെച്ചിട്ടുണ്ട്, ഒരു മായം കുട്ടി. അവൻ നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ. നീ വാടാ പോ. എന്താ ചെയ്യാ? എവിടെ നോക്കിയാണ് ഈ വണ്ടി ഓടിക്കുന്നത്? നിന്റെ മുഖത്തെന്താ കണ്ണില്ലേ? ഓരോന്ന് രാവിലെ കെട്ടിയെടുത്തോളും. നിർത്തണം മോളെ. മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു വന്നവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ട് നിന്ന് ചെലക്കുന്നു. ഓഹോ, അത് ശരി. ഉടക്കാനാണല്ലേ ഭാവം. എന്നാ നീ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. ആഹാ, അത് ശരി. മായൻകുട്ടി, നമ്മൾ മുമ്പേ പരിചയക്കാരാ. വലിയൊരു പറ്റുകണക്ക് തീർത്തില്ല എന്ന് പറഞ്ഞേ ചില പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ പണ്ടേ മറന്നതാ. ഇവിടെ നീ അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ശാരദേ, നിങ്ങളുടെ മറ്റേടുത്ത ന്യായം പറച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. അവിടെ ഹോട്ടലിൽ മിച്ചം വരുന്ന എച്ചില് കുറെ പിച്ചക്കാർക്ക് ഫ്രീ ആയി വിളമ്പുന്നു കരുതി നിങ്ങൾ ഇവിടുത്തെ മദർ തെരേസയായിട്ടൊന്നും മായൻകുട്ടി പരിഗണിച്ചിട്ടില്ല. ഞാൻ വണ്ടി യു ടേൺ എടുത്തു എന്നുള്ളത് ശരിയാ. പക്ഷെ നിങ്ങളൊരു ഹോൺ പോലും അടിക്കാതെ എന്റെ വണ്ടിയിൽ വന്ന് ഇടിച്ച് തകർത്തത്. അതിനുള്ള നഷ്ടപരിഹാരം തന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാ മതി. അതുവരെ ഈ താക്കോല് എന്റെ പോക്കറ്റിലിരിക്കും. എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങ് എടുത്തോ. മോളെ, കറ കളഞ്ഞ ഗുണ്ടയാള്. അവരോടൊന്നും മുട്ട നമ്മളെ കൊണ്ട് പറ്റില്ല. നീ വെറുതെ വഴക്കുണ്ടാക്കരുത്. അങ്ങനെ മോക്ക് വല്ല നല്ലത് പറഞ്ഞു കൊടുക്കും. ഈ റോഡിൽ കിടന്ന് അടികൂടിയാലേ ഈ മായനെ ജയിക്കൂ. അടി ഇഴന്നു വാങ്ങുമ്പോ ചിത്രകഥയിലെ ഡിങ്കന്റെ കുപ്പായമിട്ട് നിന്റെ മറ്റവനൊന്നും ഇവിടേക്ക് പറന്നു വരില്ല. മായൻകുട്ടിക്ക് അത് ഉറപ്പാ. മായൻകുട്ടി, നിനക്കിപ്പ എന്താ വേണ്ടത് അത് പറ. ഞങ്ങളൊരു അത്യാവശ്യം ഒഴുകി പോവാ. താമസിച്ച പിന്നെ പോയിട്ട് ഒരു പ്രയോജനം ഇല്ലാതെയാവും. അതുകൊണ്ടാ. നിങ്ങളെ ചെവിയിൽ എന്താ ശാരദാമ്മേ, ആപ്പടിച്ച് കയറ്റിയിരിക്കണോ? ഓട്ടോ പെയിന്റ് അടിക്കാനുള്ള കാശ് വേണമെന്ന് പറഞ്ഞില്ലേ ഞാൻ? ശരി, അതെത്രയാ അത് പറ കേക്കട്ടെ. 6000 രൂപ. 6000 രൂപയോ? ആ മുട്ടിയ സ്ഥലം റീപെയിന്റ് ചെയ്താലേ ശരിയാവൂ. എന്നല്ലേ ഇതിന്റെ ടോപ്പും സീറ്റും ടയറും കൂടെ ഒക്കെ മാറ്റാനുള്ള കാശ് കൂടി അങ്ങ് വാങ്ങിക്ക് തന്നോളാം ഞങ്ങള്. മോളെ, നമ്മളിപ്പോ മത്സരത്തിന് സമയത്ത് എത്തുക എന്നുള്ളതാണ് പ്രധാനം. 10 മണി കഴിഞ്ഞ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടും പ്രവേശനം ഇല്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നാലും എന്റെ അമ്മ, ഈ തീവട്ടി കൊള്ളാം. നമ്മൾ സമ്മതിക്കാൻ പാടില്ല. കൊള്ളെങ്കിൽ കൊള്ളാം. അവനുള്ളത് ദൈവം കൊടുത്തോളൂ. നമുക്കിപ്പോ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തലയൂരണം.
ആ മായൻകുട്ടി 6000 തന്നേക്കാം. നീ തൽക്കാലം ആളെ വിട്, ഞങ്ങളൊന്ന് പൊക്കോട്ടെ. നടക്കില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാ നിങ്ങൾ ഈ പറഞ്ഞ കാശിയിലും എന്താ ഉറപ്പ്? അത് പറ നിങ്ങള്. ഉറപ്പിന് ഞങ്ങൾ എന്താ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരണം? മുദ്രപത്രം കുറച്ചൊക്കെ ഒന്നും വേണ്ട, കാശ് വെച്ചാ മതി. ഇവിടെ ഈ സ്പോട്ടിൽ. മായൻകുട്ടി, അത്രയും കാശൊന്നും കൈ കൊണ്ട് നടക്കുന്നില്ലല്ലോ ഞങ്ങള്. ഞങ്ങളിതേ ഒരിടം വരെ പോയിട്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം. അങ്ങനെ ഇവിടുന്ന് പോയിട്ട് വന്ന് സംഘടിപ്പിക്കണ്ട, സംഘടിപ്പിച്ച് തന്നിട്ട് ഇവിടുന്ന് പോയാ മതി. മോളെ, ഇതിപ്പോ മനഃപൂർവ്വം യാത്ര തടയുന്ന പോലെയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് നിക്കമ്മേ, ഇയാൾക്കുള്ള കാശ് ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ്. ആരെയെന്ന് വെച്ച് വിളിച്ചോ. 6000-ൽ 1 രൂപ കുറഞ്ഞാൽ ഇവിടുന്ന് ചലിക്കില്ല ഈ വണ്ടിയും 2 ആളും. പാർട്ടിസിപ്പൻസ് പ്ലീസ് നോട്ട്. കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ പാചക മത്സരം ആരംഭിക്കുന്നതാണ്. അതിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാത്ത ടീമിന് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരിക്കുന്നതല്ല എന്നറിയിച്ചുകൊള്ളുന്നു. അല്ല, ഇപ്പൊ ഒരു ടീമല്ലേ റിപ്പോർട്ട് ചെയ്യാത്തതായിട്ടുള്ളൂ. അവർക്ക് പകരം അടുത്ത ടീമിനെ വിളിച്ചാ പോരെ മത്സരത്തിന്? അത് നമുക്ക് ആലോചിക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞിരുന്ന 10 മണിയാകാൻ ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. അതിനുള്ളിൽ കുടുംബശ്രീ ടീം വന്നില്ലെങ്കിൽ തീർച്ചയായും ശ്രീമതി രാജേശ്വരി പറഞ്ഞതിനെപ്പറ്റി നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. ചേച്ചി പേടിക്കണ്ട. 10 മിനിറ്റ് അല്ല, 10 മണിക്കൂർ കഴിഞ്ഞാലും കുടുംബശ്രീ ചാരത വരില്ല, എനിക്ക് ഉറപ്പാ. ടെൻഷൻ തന്നെയാടാ. എങ്ങനെയും വേറൊരു ടീമിന് എൻട്രി കിട്ടിയാ മതിയായിരുന്നു. നമുക്ക് കിട്ടിയില്ലെങ്കിലും ശാരദയ്ക്ക് പ്രൈസ് കിട്ടരുത്. എനിക്ക് ആ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ കുക്കിംഗ് കോമ്പറ്റീഷന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. വിജയെ കാത്തിരിക്കുന്നത് 11,11,111 rupees. That means 7 ones. 11111111. ആരായിരിക്കും വിജയ്? ഉദ്വേഗജനകമായ ആ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. പ്ലീസ് ബി റെഡി.